Hi students, good morning all of you. Welcome back to my video class. Today I discuss the question number 4. A circle is to be drawn passing through the circle of a line 5 centimeter long and the angle on the circle on one side of the line should be 80 degree. What should be the radius of the circle? ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗർ തരാതെ എങ്ങനെ ചെയ്യാം? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഒരു സർക്കിളാണ്. ആ സർക്കിൾ പാസിംഗ് ത്രൂ ദ എൻഡ് ഓഫ് ദ ലൈൻ 5 സെന്റിമീറ്റർ ലോങ്, അതായത് 5 സെന്റിമീറ്റർ ആയ ലൈനിന്റെ എൻഡിലൂടെ ഒരു സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ലൈനിന്റെ സർക്കിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ പറഞ്ഞത് ആംഗിൾ ഓഫ് ദ സർക്കിൾ ഓൺ ദ സൈഡ് ഓഫ് എ ലൈൻ, ആ ലൈനിന്റെ സൈഡിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഷുഡ് ബി എത്രയാണ്? 80 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ വായിച്ച് റേഡിയസ് കാണാൻ പറഞ്ഞ, അതായത് ഒരു ലൈൻ ഉണ്ട്, അപ്പൊ ലൈൻ വരയ്ക്കാം. ലൈനിന്റെ എൻഡിലൂടെ ഒരു സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈൻ വരച്ചു. ലൈനിന്റെ ലെങ്ത് എത്രയാ പറഞ്ഞത്? 5 സെന്റിമീറ്റർ ആണ്. ആൻസിലൂടെ സർക്കിൾ പാസ് ചെയ്ത് ആ ലൈനിന്റെ വൺ സൈഡ് ഷുഡ് ബി മേക്ക് ഓൺ ദ സർക്കിൾ, അതായത് സർക്കിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞത്? 80 ഡിഗ്രി. എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ എൻഡിലൂടെ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ആ ലൈൻസ് മേക്ക് ചെയ്യുന്ന ഓൺ ദ സർക്കിൾ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അത് എത്ര ഡിഗ്രിയാണ്? 8 ഡിഗ്രി ആണെങ്കിൽ റേഡിയസ് ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ വേഗം പറയൂ. 2r is equal to a by sin a. ഒരു സൈഡും തന്നെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ അങ്ങനെ തന്നു ഒരു ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് കാണാം. A എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ബൈ സൈൻ A 80 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് വാല്യൂ എടുക്കുക, ചെയ്ത് നോക്കാം. 2r equal to 5 by sin 80. sin 80ന്റെ വാല്യൂ എന്താ? 0.9848 ആണെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചല്ലേ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. 4 ഡെസിമൽ ആണെങ്കിൽ എത്ര സീറോസ് മുകളിലിടുക? 4 ഡെസിമൽ പോകാൻ 4 സീറോ മുകളിൽ, അതായത് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ ആണ് 9848. ഇനി നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. സാവധാനം ഡിവൈഡ് ചെയ്യാം. നേരത്തെ സിമ്പിൾ ആയിട്ട് നോക്കുക. 50,000 9848 എത്രയാണ്? ലാസ്റ്റ് 4 നമ്പേഴ്സ് 3 നമ്പേഴ്സ് കൊടുക്കണം. 50 9 എത്രയാണ്? 9 5s are 45 ആണ്. അപ്പൊ 9 5 ടൈംസ് പോകില്ലെങ്കിൽ പിന്നെ താഴെയുള്ള നമ്പർ ഏതാ? 4 ആയിട്ട്. ഇവിടെ വലിയൊരു നമ്പർ ആണ് 8. അപ്പൊ 8 ആയതുകൊണ്ട് ചിലപ്പം 5 പോകില്ല. നോക്കാം. 5 പോകില്ലാന്ന് എന്റെ അഭിപ്രായം. അപ്പൊ 5 8s are 40, 5 4s are 20, 4 ബാലൻസ് ചെയ്യാം. 24 2, 5 8s are 40, 2 കൂടെ 42, 4 5 9s are 45, 45 4 49. അപ്പൊ കറക്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ചെയ്താൽ മതി? 4 ആണ്. അപ്പം മൈനസ് ചെയ്തപ്പം 0 6 7. ഇനി നിങ്ങൾക്ക് വീണ്ടും 0 ഡെസിമൽ 7,600 പോകില്ല. അപ്പൊ വീണ്ടും ഒരു 0 ഇടാം. അപ്പൊ ഒരു 0 ഇടാം. ഇനി വീണ്ടും 3 ഡിജിറ്റ് ഒഴിവാക്കി നോക്കാം. 76 9 എത്രയാണ്? 9 8s are 72. അപ്പൊ 9 8 ടൈംസ് പോകും നോക്കാം. എഴുതാം. 8 ആണെങ്കിൽ 8 ഇല്ല, അപ്രോക്സിമേഷൻ എഴുതാം. അല്ലെങ്കിൽ 7 ആയിരിക്കും. നോക്കുക. 8 8s are 64, 8 4s are 32, 6ഉം 38, 3 8 8s are 64ഉം 3ഉം 67,
8 9s are 72. 72 6ഉം 78 കണ്ടോ കറക്റ്റായിട്ട് പോണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോവാത്തത് കൊണ്ട്. കാരണം പോവാത്തതിന്റെ വലിയ നമ്പർ വന്നത് 8 വന്നത്. അതുകൊണ്ട് തൊട്ട് താഴെ അതായത് 7 ആയിരിക്കും പോകും. ചെയ്ത് നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഈ 7 കഴിച്ച് നോക്കുക. അപ്പൊ എത്ര വരിക? 5.07 ആയിരിക്കും സെന്റിമീറ്റർ. അപ്പൊ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യാണ്ട പണി നിങ്ങൾക്കാണ്. ഡിവൈഡ് ചെയ്ത് നോക്കുക, സമയം എടുത്ത് ചെയ്ത് നോക്കുക. അപ്പൊ എന്തേ ചെയ്യേണ്ടുള്ളൂ? റേഡിയസ് കാണാൻ ഇവിടെ ഡയമീറ്റർ കണ്ടേ, നമ്മളോട് റേഡിയസ് വെച്ച് വെച്ചു. അപ്പൊ റേഡിയസ് കാണാൻ 2r ആണ്. അപ്പൊ r എന്തായിരിക്കും? 5.07 r 2.5. തൽക്കാലം 5 എടുക്കാൻ മതി. 5 ടൈംസ് ആണ്. 2r 5 ആകുമ്പോൾ റേഡിയസ് എത്ര വരും? 2.5. 0.07 ഒക്കെ ഒഴിവാക്കാം. അപ്രോക്സിമേഷൻ ആക്കി എഴുതാം. 5 സെന്റിമീറ്റർ ആണ് 2r. ഡയമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എത്ര വരുള്ളൂ? 2.5 സെന്റിമീറ്റർ. അപ്പൊ എന്തൊക്കെ ചെയ്ത് ഒരു ലൈനാണ്. ലൈനിന്റെ എൻഡിലൂടെ ഒരു സർക്കിൾ വരയ്ക്കേണ്ടത്. ആ ലൈൻ സർക്കിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ റേഡിയസ് കാണാൻ എന്താ ചെയ്യുക? റേഡിയസ് കേട്ട അപ്പം എഴുതുക 2r = a/sin a. അതായത് തന്ന സൈഡ് ബൈ സൈൻ ഓഫ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. പിന്നെ ആംഗിൾ നിങ്ങൾക്ക് ടേബിളിൽ തന്നിരിക്കും. അത് വെച്ച് നിങ്ങൾ അതിൽ കൊടുക്കുക. നിങ്ങൾ കാൽക്കുലേഷൻ അതാണ് നിങ്ങൾക്ക് ആകെ ഇവിടെ ഇതേ ഉള്ളൂ. നമുക്ക് ട്രിഗണോമെട്രിയിൽ പഠിപ്പിക്കാം. ബാക്കി നിങ്ങളെ അപ്ലൈ ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? ഡെസിമൽ പോകണം. ഡെസിമൽ പോയി ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത റേഡിയസ് ഡയമീറ്റർ ആണ് കിട്ടുക. ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th. The picture below shows part of a circle. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഒരു പാർട്ടാണ് തന്നത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇങ്ങനെ ഒരു പാർട്ടാണ്. അതിന്റെ എൻഡ് മേക്ക് ചെയ്യുന്ന ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രി. ഇനി നിങ്ങളോട് എന്ത് കാണാൻ പറ്റും? റേഡിയസ് ആണ്. ഈ സർക്കിൾ ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയാൽ, സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയാൽ അതിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. അപ്പൊ റേഡിയസ് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത് വേണ്ടല്ലോ. ഇതാണ് സർക്കിൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് കാണാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? റേഡിയസ് കാണാൻ ഇക്വേഷൻ എന്താ? അപ്പൊ തന്നെ എഴുതുക. റേഡിയസ് കാണാൻ ഇക്വേഷൻ എന്താ? 2r = a/sin a ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നു നോക്കാം. ആംഗിൾ തന്നതിന് ഓപ്പോസിറ്റ് സൈഡ് ഒരു ട്രയാംഗിൾ ആണ്. ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ തന്നതിന് ഓപ്പോസിറ്റ് സൈഡ് തന്നു. അപ്പൊ സുഖമാണ് അല്ലേ? എ എത്ര ഇവിടെ? 8 ആണ്. സൈൻ എ എന്താ ഇവിടെ? 140 ആണ്. 140 വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താക്കി മാറ്റണം? 180 മൈനസ് a ആണ്. എല്ലാം നിങ്ങൾ 180 140 മൈനസ് ചെയ്ത് എത്ര വരിക? 40 ഡിഗ്രി. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ആക്കി ചെയ്താൽ ഇവിടെ ഇക്വേഷൻ ചെയ്താൽ 180 മൈനസ് 40 ആണ്. 140 ആണ്. ആ 8/sin 40. അതിനാണ് നമുക്ക് 40 ഡിഗ്രി ടേബിൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ തന്നെ അങ്ങനെ എഴുതാം. ഒബ്റ്റ്യൂസ് കണ്ട അപ്പൊ തന്നെ ഇക്വേഷൻ 2r = a/sin 180 മൈനസ് a. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് a എന്തായാലും 140 ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 180 140 മൈനസ് ചെയ്ത് 40 ഡിഗ്രി എഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ടേബിൾ നോക്കാം. 8/sin 40 വാല്യൂ, sin 40 വാല്യൂ 0.6428. 6428. ഇനി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ അറിയുന്നല്ലേ? എന്താ ചെയ്യാം? താഴെ എത്ര ഡെസിമൽ ഉണ്ട്? 4 ഡെസിമൽ ആണുള്ളത്. ആ 4 ഡെസിമൽ പോകാൻ എന്ത് ചെയ്താൽ മതി? 40. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ 10,000 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? 40 താഴെ ഇടുക, 4 ഡെസിമൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേ സ്റ്റെപ്പ്, എല്ലാവരുടെ സ്റ്റെപ്പ് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് കഴിയാവുന്നത്ര സ്റ്റെപ്സ് കുറയ്ക്കാൻ നോക്കുക. a/sin 8/sin 180 മൈനസ് 140 40 ഡിഗ്രി. 8/40 വാല്യൂ എഴുതി വെക്കുക. ഇനി ഡെസിമൽ എത്ര ആണോ അത്രയും സീറോസ് എന്തായിരിക്കും? ടോപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ
അപ്പൊ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഡിവൈഡ് ചെയ്യാറില്ലേ? എത്രയാണ് നമ്പർ? 6428 ആണ്. ഇനി നിങ്ങളുടെ ഡിവിഷൻ സിമ്പിൾ ആക്കാൻ എന്താ പറഞ്ഞത്? ലാസ്റ്റ് 3 നമ്പേഴ്സ് ഒഴിവാക്കല്ല, ജസ്റ്റ് വേണ്ടാന്ന് വെക്കുക. 80 6 എത്രയാണ്? എത്രയുടെ ആവശ്യം? 80 6 അല്ല, നിങ്ങൾക്ക് ഇത് പോവായിരുന്നു. 8000 തന്നെ പോകും. അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ആദ്യം 80 പോകുമോ നോക്കുക. 80 പോകില്ല, 8000 പോകും. ഇവിടെ 0 ഉണ്ട്, 8000 പോകും. ആ 8000 ലാസ്റ്റ് 3 നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യും. 8000 ആണ് ഇവിടെ ഉള്ളത്. ആ 8000 6000 എത്ര വെച്ച് പോവാണ്. അപ്പൊ 6428 എഴുതി. ഇനി മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 2 7 5 1 ഇവിടുന്ന് പോറ ചെയ്ത 1 മൈനസ് ചെയ്യാറില്ല. ഇനി അടുത്ത 0 കറക്റ്റിടാം. അവിടെ ഡെസിമൽ ഇടാൻ പറ്റുമോ? ഇല്ല, കാരണം നമ്പർ ഉണ്ട്. ഇനി ഇതിൽ എത്ര ലാസ്റ്റ് 3 നമ്പേഴ്സ് ഒഴിവാക്കാം. 50 6 എത്രയാ? 2 ആണ്. 2 4 2 8 16 5 8 12. ഇനി മൈനസ് ചെയ്തിട്ട് വീണ്ടും നോക്കാം എത്ര ആവശ്യം ഉണ്ടെന്ന് നോക്കാം. മൈനസ് ചെയ്താൽ എത്ര വരും? 4 6 8 2 ആണെന്ന് നോക്കുക. ശരിയാണ്, ചെക്ക് ചെയ്യാം. 6 4 10 1 6 11 1 12 1 17 1 ഓക്കെ. ഇനി അതിന് വീണ്ടും എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക 0. ലാസ്റ്റ് 3 നമ്പേഴ്സ് ഒഴിവാക്കുക. 68 6 എത്രയാണ്? 4 6 25 5 6 30. അപ്പൊ 4 എഴുതി കൊടുക്കുക. ഇനി ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ എത്ര ആൻസർ വരും? 12.4 സെന്റിമീറ്റർ ആണ് വരും. അപ്പൊ ഡിവിഷൻ നിങ്ങളുടെ പണിയാണ്. ഡിവൈഡ് ചെയ്ത് നോക്കുക, കഴിയാവുന്നത്ര സ്പീഡാക്കുക. അപ്പൊ എന്താ ചെയ്തിട്ടുള്ളൂ? ഇവിടെ ഒബ്റ്റ്യൂസ് കാണിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. 180 140 മൈനസ് 40 പിന്നെ നിങ്ങൾ കാൽക്കുലേഷൻ ആണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. എ റെഗുലർ പെന്റഗൺ ഈസ് ഡ്രോൺ with all its vertices on the circle of radius 15 centimeter. Calculate the length of sides of a regular pentagon. ഒരു സർക്കിളില് ഒരു റെഗുലർ പെന്റഗൺ ഉണ്ട്. ആ റെഗുലർ പെന്റഗണിന്റെ സൈഡാണ് കാണുന്നത്, പക്ഷെ സർക്കിളിന്റെ റേഡിയസ് എത്രയും തന്നിട്ടുണ്ട്? 15. അപ്പൊ നിങ്ങൾ റെഗുലർ പെന്റഗണെ കുറിച്ച് നല്ല ആലോചിച്ച് നോക്കാം. റെഗുലർ പെന്റഗണിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഓരോ ആംഗിൾസും എത്രയായിരിക്കും എന്നൊക്കെ നോക്കാം, ഓർത്ത് നോക്കാം. റെഗുലർ പെന്റഗൺ ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾസിന്റെ പ്രത്യേകത എന്താ? റെഗുലർ പെന്റഗണിന്റെ ആംഗിളിന്റെ പ്രത്യേകത എന്താ? റേഡിയസ് എത്രയാ? 6 എത്രയെന്ന് തന്നിട്ടുണ്ട്? 15 ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സെന്റർ ആംഗിൾ കിട്ടിയാലും മതി. ഇവിടെ കിട്ടിയാൽ ബാക്കിയുള്ള ആംഗിൾ ഒക്കെ കിട്ടും അല്ലെ? സെന്റർ ആംഗിൾ കിട്ടിയാലും മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പറയും. സെന്റർ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ 360 അല്ലേ? 360നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5 ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഓരോന്നും എത്ര വരാം? 72 ഡിഗ്രി ആണ് വരിക. 72 ഡിഗ്രി. പക്ഷെ 72 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സൈഡ് കാണാം. അപ്പൊ സൈഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? സൈഡ് കാണാൻ ഇക്വേഷൻ എന്താ? സൈഡ് ഇത് സെന്റർ ആംഗിൾ ആണ്. അപ്പൊ സെന്റർ ആംഗിൾ ആകുമ്പോൾ ഹാഫ് ആവണം. അല്ലെങ്കിൽ ചിത്രമൊന്നും എന്ത് ചെയ്യുക? അങ്ങനെ ഈ വെർട്ടെക്സിലേക്ക് വരാം. സെന്റർ ആംഗിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്തായിരുന്നു? A is equal to 2r sin half of center angle എന്നല്ലേ പഠിച്ചേ? അതായത് 2r കാണാൻ ഇക്വേഷൻ എന്താ? 2r കാണാൻ ഇക്വേഷൻ ഇല്ല, സൈഡ് കാണാൻ ഇക്വേഷൻ. അപ്പൊ A എന്ന സൈഡാണ് കാണുന്നത്. 2r sin A എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്. എങ്ങനെയാ പഠിപ്പിച്ചത്? ഡബിൾ ഓഫ് റേഡിയസ് ഓഫ് എ സർക്കിൾ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സൈൻ
ഓഫ് ഹാഫ് ഓഫ് ദ സെന്റർ ആംഗിൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള സർക്കിളുകൾ ഉണ്ടാക്കുന്ന. അപ്പൊ ഇവിടെ 72 ആണ്, അതിന്റെ ഹാഫ് എത്രയാണ്? 36. അങ്ങനെ എഴുതിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെന്റർ ആംഗിൾ തന്നുകൊണ്ട് അതിന്റെ ഹാഫ് എത്രയാണ് നേരിട്ട് 2 × 50 സൈൻ. ഇവിടെയാണ് സെന്റർ ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ സെന്റർ ആംഗിളിന്റെ ഹാഫ് ഉണ്ട്, നിങ്ങളാണ്ട് എഴുതിയാൽ മതി 36 ഡിഗ്രി. അല്ലെങ്കിൽ ചിത്രം ഇങ്ങനെ വരച്ചിട്ട് 36 എഴുതിയിട്ട് ചെയ്യാം. ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. സൈഡ് എന്താ വരിക? സ്മോളർ. സെന്റർ ആംഗിൾ ആയതുകൊണ്ടാണ് ഹാഫ് എടുത്തത്. ഇതാണ് ഈ ഫിഗർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സെന്റർ ആംഗിൾ ആണ്, സെന്റർ ആംഗിൾ ആകുമ്പോൾ ഹാഫ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സ്ട്രാ ഫിഗർ വരച്ചതിന് ശേഷം ചെയ്യും. മാറിപ്പോയത് 72 എടുത്ത് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 × 5 30 ആണ്. സൈൻ 36ന്റെ 0.587. സൈൻ 36ന്റെ വാല്യൂ ആണ് 0.587. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പൊ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8 3s are 24, 3 7s are 21, 23, 2 ബാലൻസ് വേണം. 3 8s 24 2 കൂടെ 26 ആകും. ഇനി അടുത്ത് 6 3 അല്ല 5 3 15 ആണ്. ആ ബാലൻസ് 2 കൂടി ചെയ്യുമ്പോൾ 17 ആവും. 30 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ 0. നമ്മൾ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 0. ഇനി എത്ര ഡസൻ ഉണ്ട് നോക്കാം? 4 ഡസൻ ആണ്. അപ്പം ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ റെഗുലർ പെന്റഗൺ എത്ര വരും? 17.6340. അതായത് സൈഡ് എത്ര വരിക? 17 something. എല്ലാ സൈഡ്സും എന്താ വരിക? 17.6340. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ഓരോ ആംഗിളിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 8 ഇതിന്റെ പ്രൂഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ ആംഗിൾസും 36 നമുക്ക് പഠിച്ചിരുന്നു. പക്ഷെ അത് അറിയില്ലെങ്കിൽ സെന്റർ ആംഗിൾ കാണും. 5 ഈക്വൽ ട്രയാംഗിൾസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2r സൈൻ ആ സെന്റർ ആംഗിൾ ഹാഫ് ചെയ്താൽ മറന്നു പോയത്. ഇത് സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞു തന്നത്. ഡബിൾ ഓഫ് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ ആൻഡ് സൈൻ ഓഫ് ഹാഫ് ഓഫ് ദ സെന്റർ ആംഗിൾ എന്നുള്ളത് അത് വെച്ചിട്ട് ഇക്വേഷനിൽ കൊടുക്കുക. സൈൻ 36ന്റെ വാല്യൂ ടേബിളിൽ നോക്കിയിട്ട് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ സൈഡ് ഓഫ് ദ റെഗുലർ പെന്റഗൺ 17.634.